ഹായ്, ഇന്നൊരു സെയിൽ വീഡിയോ ആണ്. വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് എൻ്റെ അടുത്തുള്ള മോൺസ്റ്ററിൻ്റെ വലുതാട്ടോ, വലിയ ചെടിയാണ്. കണ്ടില്ല, അതിലൊക്കെ ഒരു വെള്ള പൊടിയായിട്ട് കേട്ടോ. അവിടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ഓരിങ്ങനെ ഉരത്തുമ്പോൾ പൊടിയായതാട്ടോ. വൈറ്റ് സിമെൻറ്റ് ഉരത്തിയപ്പോൾ കുറച്ച് പൊടിയായത്, അത് കഴുകാനുള്ള കേട്ടോ. തുടച്ച് വെക്കും ഞാൻ നന്നായിട്ട്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ലീഫ് പ്ലാന്റ് മെച്ചേർഡായി കഴിഞ്ഞാൽ ലീഫിലിങ്ങനെ നല്ല ഭംഗിയുള്ള ഡിസൈൻ വരും കേട്ടോ. ഇത് ഭംഗിയാണ്, നമ്മൾ പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട. കണ്ടില്ലേ, അതിൻ്റെ ഇത്രയും പോകുന്ന വലിയ തയ്യാട്ടോ. അത് മൂന്ന് ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ പ്ലാന്റിന് ലീഫിന് നല്ല ഡിസൈൻ വന്ന തയ്യാണ്. 70 രൂപയ്ക്ക് ഞാൻ ഈ തൈ നൽകും കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട്. അതിങ്ങനെ ലീഫ് മെച്ചോടൊന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. കട്ടിങ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. ഇത് ഫയർ ക്രാക്കറിൻ്റെ റെഡാണ്. ഇതിൻ്റെ തൈകൾ ഞാൻ 25 രൂപയ്ക്ക് നൽകും കേട്ടോ. നല്ല കുറച്ച് ബുഷിയായിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ 25 രൂപയ്ക്ക് നൽകുക. ഒരു തൈയായിരിക്കില്ല, കുറച്ച് ബുഷിയായിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ. ഇതൊരു അടിപൊളി ലീഫി പ്ലാന്റ് ആട്ടോ. അത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം, ഇങ്ങനെ ബോർഡറായിട്ട് വളർത്താം, എങ്ങനെ വേണമെങ്കിൽ വളർത്താം കേട്ടോ. നല്ല വെയിലത്ത് വെക്കണം, അത്രമാത്രം. അപ്പോൾ ലീഫ് ഇങ്ങനെ ഭയങ്കര ഡാർക്ക് കളറായി വരും. പിന്നെ ഒരു ചുരുണ്ട ഇലയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ 30 രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും കേട്ടോ. ഈ കലേഡിയത്തിൻ്റെ ഓരോരോ തൈകൾക്കും 20 രൂപയുള്ള നല്ല ഭംഗിയാട്ടോ. ഈ കലേഡിയത്തിൻ്റെ ലീഫ് പച്ചയിൽ വെള്ള കുത്ത് നിറഞ്ഞ് കിടക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് വെരിഗേറ്റഡ് അരേലിയ കേട്ടോ. ഇതിൻ്റെ ചെറിയ തൈകൾക്ക് 20 രൂപയുള്ള, ഈ ബുഷിയായിട്ടുള്ള ഈ തൈക്ക് ഞാൻ 40 രൂപ വാങ്ങിക്കും കേട്ടോ. കാരണം ഇത് ഭയങ്കര സ്ലോ ഗ്രോത്താണ്, കുറേ കഴിയണം. അതൊന്ന് ബുഷിയാവണമെങ്കിൽ കുറേ കഴിയണം കേട്ടോ. നമുക്കൊരു പോട്ടിൽ വയ്ക്കാൻ മാത്രം, ഈ ബോർഡർ ഗ്രാസ് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം ഞാൻ 20 രൂപയ്ക്ക് നൽകും. നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം, വെർട്ടിക്കൽ ഗാർഡൻ ഉപയോഗിക്കാം, അല്ലാണ്ട് നിലത്ത് സൗകര്യമുള്ളവർക്ക് നിലത്തും വളർത്താം കേട്ടോ. 20 രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും. ഈ ഫിലോഡൻഡ്രോൻ്റെ റൂട്ട് വന്ന തൈക്ക് 20 രൂപയും റൂട്ടുള്ള കട്ടിങ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. ആ കട്ടിങ്സിൽ റൂട്ടും ഉണ്ടാവും, വേഗം പിടിക്കും കേട്ടോ. ഈ പെനിവേട്ട് 30 രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും. നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള പോട്ടിൽ നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാം. ഇങ്ങനെ നല്ല വെയിൽ കൊള്ളിക്കണ്ട കേട്ടോ, നല്ല വെയിൽ വേണ്ട. എപ്പീഷ്യൻ്റെ 4 ടൈപ്പ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഓരോരോ ഹെൽത്തി ആയിട്ടുള്ള തൈക്കും 10 രൂപയുള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ലൊരു ലീഫാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. പിങ്ക് പൂ ഉണ്ടാവുന്നു, ബാക്കി 3 റെഡ് പൂ ഉണ്ടാവുന്നതാണ്. ഈ കുറുന്തോട്ടീൻ്റെ കട്ടിങ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. റൂട്ട് വന്ന തൈകൾക്ക് വേണ്ടവർക്ക് 20 രൂപയുള്ളൂ കേട്ടോ. ഈ 2 സ്റ്റമ്മൊക്കെ ഉള്ളതായിരിക്കും കേട്ടോ നൽകുക. ഈ പാർവതീൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്ക് 30 രൂപയുള്ളൂ കേട്ടോ. വയലറ്റ് പാർവതിയാണ്. ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് വേണ്ടവർക്ക് നൽകും കേട്ടോ. 10 രൂപയുള്ളൂ കേട്ടോ. ഇതൊക്കെ വേഗം പിടിക്കും. കട്ടിങ്സ് നട്ടാൽ നിങ്ങൾക്ക് വേഗം പിടിച്ച് കിട്ടും. കട്ടിങ്സ് നടാൻ സമയമില്ലാത്തവർക്കാണ് റൂട്ടഡ് ഞാൻ പറഞ്ഞത് 30 രൂപയുള്ളത്. ഇത് നല്ല അറേബ്യൻ മുല്ല കേട്ടോ. ഇതിൻ്റെ പൂ ഇട്ടുകൊണ്ടിരിക്കുന്ന തൈയാണ്. ഈ വലിയ ഹെൽത്തി ഉള്ള തൈക്ക് 30 രൂപയുള്ളൂ കേട്ടോ. ഒരു ഡബിൾ പെറ്റലാണ്. ഒരു ചെറിയ റോസ് പൂ വിരിഞ്ഞ് നിൽക്കുന്ന അത്ര ഉണ്ടാവും ഇതിൻ്റെ പൂ കാണാൻ. ഈ അരേലിയൻ്റെ ഈ ചെറിയ തൈക്ക് ഇത്ര പോകുന്ന തൈക്ക് 20 രൂപയുള്ളൂ കേട്ടോ. ഇനി ബുഷിയായിട്ട് വേണ്ടവർക്ക് ബുഷിയായിട്ട് ഇത്രയുള്ളതിന് 50 രൂപയാണ്. ആ പോട്ട് നിറയെ ഉള്ളതിന് കേട്ടോ. ചെറിയ തൈ 20 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. 25 രൂപയുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു തൈക്ക്. റൂട്ട് വന്ന ഹെൽത്തി ഉള്ള തൈയാണ്. ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് കട്ടിങ്സും ഉണ്ട് കേട്ടോ. 10 രൂപയുള്ളൂ കേട്ടോ കട്ടിങ്സിന്. ഇത് ഈ റോസ് നമ്മളെ വള്ളി റോസേൻ്റെ തൈയാണ്. ഹെൽത്തി ഉള്ള തൈയാണ്. 30 രൂപയുള്ളൂ തൈക്ക്. നല്ല ഹെൽത്തി ഉള്ള തൈയാണ്. കൊലകൊലയായിട്ടാണ് കേട്ടോ വള്ളി റോസ് ഉണ്ടാവുക. ഇതിൽ അതിൻ്റെ പൂ കൊടുക്കാൻ എൻ്റെ അടുത്ത് മറന്നു പോയിട്ടോ, സൈഡിൽ കൊടുക്കാൻ. ഇത് ഡബിൾ പെറ്റൽ നമ്പ്യാർ വട്ടത്തിൻ്റെ തൈയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈയാണ് ഡബിൾ പെറ്റലിൻ്റെ. 30 രൂപയുള്ളൂ കേട്ടോ ഈ തൈക്ക്.
ഇത് പിന്നെ വേലിച്ചീര എന്ന് പറയും, ചിക്കുർമാനിസ് എന്ന് പറയും. ഇതിൻ്റെ ഓരോരോ തൈകൾക്കും 20 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് പരിപ്പിലൊക്കെ ഇടാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് കനകാമ്പരത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈയാണ്, 40 രൂപയുള്ളൂ കേട്ടോ. ഈ തൈക്ക് നമ്മൾ മുല്ലയിലൊക്കെ കെട്ടുന്ന കളറില്ലേ, കനകാമ്പരം മുല്ലയും കൂടെ കെട്ടൂലേ മുടിയിൽ വയ്ക്കാൻ, ആ കളറാണ് കേട്ടോ ഈ കനകാമ്പരത്തിന്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂവിട്ട് കൊടുക്കുന്ന തൈയാണ്. ഇതൊക്കെ കോട്ടൺ ചെടീൻ്റെ തൈകളാണ് കേട്ടോ. ഇത് നമുക്ക് ബോർഡർ ആയിട്ട് ഉപയോഗിക്കാം, ബുഷിയായിട്ട് വളർത്താം, എല്ലാം ചെയ്യാം കേട്ടോ. ഓരോരോ ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് 30 രൂപയുള്ളൂ കേട്ടോ. ഇതും കോട്ടൺ ചെടീൻ്റെ തൈയാണ്. നല്ല ഭംഗിയാണ്. നല്ല വെയിൽ വരുന്നതിനനുസരിച്ച് ഇതിൽ ചുവപ്പും മഞ്ഞയും ഒരു കട്ട കാപ്പി കളറും കൂടെ വരും. നല്ല ഭംഗിയാണ് കാണാൻ. കേക്ക് 30 രൂപ കേട്ടോ. അതിനെല്ലാം 30 രൂപ. ഇതും 30 രൂപ. ഇതിൽ നല്ല കട്ട കാപ്പി കളറും ഈ പച്ച കളറെല്ലാം കൂടെ റെഡ് ആവും കേട്ടോ. ഇതൊരു ലീഫി പ്ലാന്റ് ഡ്രസീനേൻ്റെ തൈയാണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ ലീഫ് വലുതായി കഴിഞ്ഞാൽ റോസും വെള്ളയും കൂടി ആവും കേട്ടോ. ഇത്രയും പോകുന്ന ആ തൈക്ക് 25 രൂപയുള്ളൂ കേട്ടോ. ഇതൊരു ക്രോട്ടൺ ചെടിയാണ്, ബുഷിയായിട്ടുള്ള ക്രോട്ടൺ ചെടി കേട്ടോ. ഇതിൽ പച്ചവെള്ളത്തിൽ മൊത്തം മഞ്ഞയായിട്ട് വരിക. ഇത്രയും വലിയ ചെടിക്ക് ഞാൻ 40 രൂപയാണ് വാങ്ങിക്കുന്നത്. ഇത് 30 രൂപയുള്ളൂ കേട്ടോ. മിനിയേച്ചർ തെച്ചിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഇത് 10 മണീൻ്റെ ഇപ്പം എൻ്റെ അടുത്ത് ഇത് മാത്രമേ റെഡി ആയിട്ടുള്ളൂ കേട്ടോ. വേണ്ടവർക്ക് നൽകാം. 10 രൂപയ്ക്ക് ഒരു 6 കട്ടിങ്സ് വരെ ഉണ്ടാവും കേട്ടോ. 6-7 കട്ടിങ്സ് വരെ ഉണ്ടാവും. ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് പറയും ഞങ്ങളവിടേക്ക്. പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് എന്തിലൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിലെല്ലാം ഉപയോഗിക്കുക. അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും പോകുന്ന തൈക്ക് ഒരു തൈക്ക് 25 രൂപയാണ്. സാമ്പാറിൽ, രസത്തിൽ, കടലക്കറിയിൽ, ചിക്കൻ കറിയിൽ ഞാൻ ഇതിലൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അതിലെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് പിന്നെ ബിഗോണിയൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ കേട്ടോ. 25 രൂപ കേട്ടോ അത്ര പോകുന്ന ഒരു തൈക്ക്. ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ 10 രൂപയുള്ളൂ കേട്ടോ. കട്ടിങ്സൊക്കെ വേഗം നട്ടാൽ പിടിക്കും കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഇത്രയും നിങ്ങൾക്ക് നൽകാൻ 30 രൂപയുള്ളൂ കേട്ടോ. ഇതൊരു പോട്ടിൽ വയ്ക്കാൻ മാത്രമുണ്ട്. 30 രൂപയുള്ളൂ. കുറച്ചേ ഉള്ളൂ കേട്ടോ അങ്ങനെ സെറ്റായത്. ഇനി 20 രൂപയ്ക്ക് വേണമെങ്കിൽ അതിൽ ചെറിയ തൈകളുണ്ട് കേട്ടോ, കുറച്ചുള്ള തൈകളുണ്ട്. ഇത് ഞങ്ങളിവിടേക്ക് പിന്നെ ഗന്ധരാജൻ എന്ന് പറയും, കല്യാണ സൗഗന്ധികം എന്നും പറയും കേട്ടോ. ചിലർ ലില്ലിക്ക് പറയുന്നേക്കാം കല്യാണ സൗഗന്ധികം എന്നും. ഞങ്ങളവിടേക്ക് ഇതിനാണ് കല്യാണ സൗഗന്ധികം എന്നും ഗന്ധരാജൻ എന്നും പറയാം. അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഈ തൈക്ക് 40 രൂപയുള്ളൂ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള ചെടിയാണ്. നല്ല ഹെൽത്തി ഉള്ളത്. അതിൻ്റെ സ്റ്റെമ്മ് കണ്ടാൽ തന്നെ അറിയാം വലിയ ചെടിയാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ക്രോട്ടൺ ചെടീൻ്റെ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് അതിങ്ങനെ നല്ല മഞ്ഞ കളറിൽ ചുരുണ്ട് വരും കേട്ടോ ലീഫ്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ വേറെ ഒന്നും നൽകണ്ട. ഇതൊരു റോസ് തെച്ചീൻ്റെ കുറ്റിച്ചെടി കേട്ടോ. ഇതിൻ്റെ തൈകൾ 30 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളായിരിക്കും കേട്ടോ 30 രൂപയ്ക്ക്. കൊലകൊലയായിട്ടുണ്ടാവും കേട്ടോ തെച്ചി. ഇതൊരു അരേലിയ കേട്ടോ, ഗ്രീൻ അരേലിയാണ്. അരേലിയേൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. ഇത്രയും പോകുന്ന ഈ ചെടിക്ക് 25 രൂപയുള്ളൂ കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് 10 രൂപയുള്ള. ഇത് സിലോൺ ചീര എന്ന് പറയും, കൊഴുപ്പ് ചീര എന്ന് പറയും. ഇതിൻ്റെ ഓരോരോ തൈകൾക്ക് 20 രൂപയുള്ളൂ കേട്ടോ. പരിപ്പിലൊക്കെ ഇടാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് മെക്സിക്കൻ സോഡ് എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. അതിലൊരു വെള്ളപ്പൂവ് കൊലകൊലയായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതിൽ പൂവില്ല, പൂവുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പൂവില്ല കേട്ടോ. ഇതിൻ്റെ ഓരോരോ വലിയ തൈകളും 30 രൂപയ്ക്ക് നൽകുക. ഇതും ക്രോട്ടൺ ചെടി കേട്ടോ. ഇതിൻ്റെയൊക്കെ തൈകൾ നിങ്ങൾക്ക് 30 രൂപയ്ക്ക് നൽകും. ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും, നല്ല റൂട്ടഡ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്ന തൈകൾ. ഇത് ബാമ്പൂ ചെടീൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് വലിയ തൈ കേട്ടോ, 30 രൂപയുള്ളൂ. അതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ 10 രൂപയുള്ളൂ കേട്ടോ. കട്ടിങ്സൊക്കെ വേഗം പിടിക്കും. ഇത് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും, സാൻസവേരിയ എന്ന് പറയും. ഇത്രയും പോകുന്ന ഈ ചെടിക്ക് 20 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വയ്ക്കാം. പ്രത്യേകമായിട്ട് ഒരു കെയറിങ് ഇല്ല. നനച്ചാലും നനച്ചില്ലെങ്കിലൊക്കെ ചെടി അവിടെ ഉണ്ടാവും. ഇത് കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്ന ക്രോട്ടൺ ചെടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ പച്ച കളർ റെഡാവും എന്ന് പറഞ്ഞില്ല, റെഡായിട്ട് അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. ഓരോരോ തൈകൾക്കും 30 രൂപയുള്ള. ഈ കോളിയസിൻ്റെ കട്ടിങ്സ് ഈ കളർ മാത്രമേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളൂ.
10 രൂപയുള്ളൂ കേട്ടോ കട്ടിങ്സിന്. ഇതിൻ്റെ പേര് പെട്ടെന്ന് എന്നോട് വിട്ടുപോയിട്ടോ, ബ്ലാങ്കായിപ്പോയി. ഇത്രയും പോകുന്ന ഈ തൈക്ക് 40 രൂപയാണ്. ഇത് അതിൻ്റെ ബ്ലൂ കളറാണ്. ഇത് ചീരാമുളകിൻ്റെ ഹെൽത്തിയുള്ള തൈയാട്ടോ. ഇതാ കായിട്ടുണ്ട്. ഈ തൈക്ക് 25 രൂപയുള്ളൂ കേട്ടോ. കായ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? 25 രൂപയുള്ളൂ കേട്ടോ ഒരു തൈക്ക്. ഇത് നാടൻ കലാഞ്ചിയുടെ തൈകളാണ്. 30 രൂപയുള്ളൂ കേട്ടോ ഓരോരോ തൈക്ക്. ഇത് ചുറ്റുമുല്ല എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ലീഫ് ഭയങ്കര മഞ്ഞ കളറാവും നല്ല വെയിലത്ത് വെച്ചാൽ. ഇതിൻ്റെ ഓരോരോ തൈകൾക്കും 30 രൂപയുള്ളൂ കേട്ടോ. വലിയ തൈകളാണ്. ഈ ക്രോട്ടൺ ചെടീൻ്റെ ഒക്കെ ഓരോരോ തൈകൾക്കും 30 രൂപയുള്ളൂ കേട്ടോ. ഇതെല്ലാം ക്രോട്ടൺ ചെടീൻ്റെ തൈകളാണ്. ഇത് നല്ല വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇലയ്ക്ക് നല്ല മാറ്റം വരും കേട്ടോ. ഇതൊരു അരേലിയേൻ്റെ ഒരു വേറെ ടൈപ്പാട്ടോ. ഇതിൻ്റെ ഹെൽത്തിയുള്ള വലിയ തൈക്ക് 30 രൂപയുള്ളൂ കേട്ടോ. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള എപ്പീഷ്യ കേട്ടോ. ഇത് ട്രസീനേൻ്റെ കട്ടിങ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. ഈ വലിയ തൈക്ക് 30 രൂപ കേട്ടോ. ഈ ബിഗോണിയൻ്റെ ഓരോരോ തൈകൾക്കും വലിയ തൈകളായിരിക്കും നിങ്ങൾക്ക് നൽകുക 30 രൂപയുള്ളൂ കേട്ടോ. പിന്നെ കണ്ടില്ല, ഇല ഒരു വെൽവെറ്റ് മോഡൽ, അടിയിൽ ഒരു മെറൂണാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. വെയിൽ വേണ്ട കേട്ടോ. വെയിലത്ത് വെക്കുമ്പോൾ വേറൊരു കളറായി മാറും. സൺഷെയ്ഡിൻ്റെ അവിടെ വെച്ചാൽ മതി. ഈ അഗ്ലോണിമേൻ്റെ വലിയ ഹെൽത്തി ആയിട്ടുള്ള ഓരോ തൈകൾക്കും 30 രൂപയുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ്. വലിയ തൈയാണ് കേട്ടോ. 30 രൂപയുള്ള. ഇത് അടുത്തടുത്ത് കുറേ ചെടികളുണ്ട്. അതാ ഈ സിങ്കോണിയത്തിൻ്റെ ഓരോരോ തൈകൾക്ക് 20 രൂപയുള്ളൂ കേട്ടോ. അതിൽ നല്ലോണം മഞ്ഞ കയറി വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മോൺസ്ട്രേൻ്റെ ലീഫിൽ ഡിസൈൻ വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. 25 രൂപേൻ്റെയും അതിന് മേലോട്ടുള്ള തൈകളുണ്ട് കേട്ടോ. വേണ്ടവർക്ക് കുറേ കഴിയും. ലീഫിൽ ഇങ്ങനെ ഡിസൈൻ നിറയാൻ കുറച്ച് കഴിയും കേട്ടോ. പിന്നെ നമുക്ക് ലീഫ് വലുതായി ഒന്ന് കുറച്ച് വേഗം വേണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി കുഴിച്ച് വെക്കണം. അപ്പം വേഗം ഇതാവും. മരത്തിൽ നിന്ന് ഇങ്ങനെ വളം വലിച്ചെടുത്തിട്ട്. പിന്നെ ഈ പൂച്ചവാലൻ്റെ ചെടിയാണ് കേട്ടോ. പൂവിട്ട് കൊടുക്കുന്ന ചെടിയാണ് പൂച്ചവാലൻ ചെടിയിൽ. നല്ല ഹെൽത്തിയുള്ള വലിയ തൈയാണ് കേട്ടോ. 40 രൂപയുള്ളൂ കേട്ടോ ഒരു തൈക്ക്. നിറയെ കൊലകൊലയായിട്ടുണ്ടാവും. ഇത് ഡിഫൻ ബാച്ചിയൻ്റെ ഓരോരോ തൈകളും ഞാൻ 25 രൂപയ്ക്ക് നൽകും കേട്ടോ. നല്ല ഭംഗിയാണ്. കുറച്ച് വലിയ ചെടികളാണ് ഡിഫൻ ബാച്ചിയൻ്റെ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് സപ്പോർട്ട് നന്നേ കുറവാണ്. ഇതെല്ലാം ഞാൻ ക്രോട്ടൺ ചെടി നട്ടു വെച്ചതാട്ടോ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെടി ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് നന്നേ കുറവാണ് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ വീഡിയോ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. താങ്ക് യു.